ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ത്യൻ ഹിസ്റ്ററി ഇങ്ങനെ ഓർഡറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭാഗമുണ്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ആക്ട്സ്, അതായത് ചാർട്ടർ ആക്ട് മുതൽ നമ്മുടെ എന്താ പറയാ റെഗുലേറ്റിംഗ് ആക്ട് 1773 മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് 1947 വരെയുള്ള ഭാഗം നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. നമ്മളിങ്ങനെ ഓർഡറിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അതിലെ 6ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർട്ടിന്റെ പേര് ചാർട്ടർ ആക്ട് ഓഫ് 1853, 1857 ചാർട്ടർ ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടും @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം ചാനലുണ്ട്. ഈ രണ്ട് ചാനലിൽ ഏതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് ഡിഗ്രി ലെവൽ പഠനമായതുകൊണ്ട് @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട PPTസും മറ്റു വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. എന്റെ പേര് കിരൺ. ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ ഇതില് സിലബസില് എന്താ 1, 2, 3, 4, 5 മിഡീവൽ ഇന്ത്യ കൂട്ടാണെങ്കിൽ 5ാമത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം, കോൺട്രിബ്യൂഷൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്. അതിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടുള്ളത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ, ഇത് ഈ പാർട്ടിന്റെ 6ാമത്തെ വീഡിയോ ആണ്. അത് ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് കംപ്ലീറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം വേണം ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഇതിപ്പോ 1853 അല്ലേ, 1833, 1813 ഇത് രണ്ടും കണ്ടതിന് ശേഷം വേണം ഇതിലോട്ട് വരാൻ. കാരണം ഇതൊരു വലിയ സ്റ്റോറിയാ. എന്താ സ്റ്റോറി? ഒരു കൺസെപ്റ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഫോം ചെയ്തു, 1600 ഫോം ചെയ്തു. എങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി 1773 ഒരു ആക്ട് കൊണ്ടുവന്നു. എന്തിനാ ഇത്രയും 173 വർഷത്തിന് ശേഷം ഒരു ആക്ട് കൊണ്ടുവരാനുള്ള കാരണം ഉണ്ടായിരുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ അഴിമതിയും പ്രോബ്ലംസും ആയിരുന്നു. എങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് അധികാരം ബ്രിട്ടീഷ് പാർലമെന്റ് പിടിച്ചെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് അവർ നടത്തുന്ന വലിയൊരു ശ്രമമുണ്ട്, കുറെ വർഷത്തെ. ആ ശ്രമങ്ങളാണ് 1773 മുതൽ 1858 വരെ ഉള്ളത്. എന്നുവെച്ചാൽ ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ ഇടയിൽ എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടാവില്ലേ? ആ കണക്ഷൻ നന്നായി മനസ്സിലാവണമെങ്കിൽ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ് കാണാൻ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. PDF ഇംഗ്ലീഷിലും ഉണ്ടാവും, മലയാളത്തിലും ഉണ്ടാവും. ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. അതെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് കഥ നിർത്തിയത് നമുക്ക് നോക്കാം. 1833 ചാർട്ടർ ആക്ട് ആയി. 1833 ചാർട്ടർ ആക്ട് വന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൊത്തം മോണോപ്പൊളി ഇവിടുന്ന് പോയി. അതായത് ഇനി അവർക്ക് ചായയും ഇല്ല, എന്തില്ല, ചൈനയും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. ചുമ്മാ ഇവിടെ ഇരുന്ന് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാന്ന് മാത്രമേ അവർ പണിയുള്ളൂ. ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാൻ പോകണം? ആക്ച്വലി ഫുൾ ടു ഫുൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹെഡിന്റെ പേരാണ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ക്രൗൺ എന്ന് പറയും, കിരീടം എന്നാണ് പറയുക. അപ്പൊ ഈ രാജാവും രാജ്ഞിയും അല്ലെങ്കിൽ എന്താ ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക. അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞു. സാർ, എല്ലാ പരിപാടിയും കഴിഞ്ഞെങ്കിൽ എന്തിനാ ചാർട്ടർ ആക്ട് 1853 നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എന്തിനാ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഭരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഭരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവർണർ ജനറൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗവർണർ ജനറലിനെ ആര് നിയമിക്കുന്നതായിരിക്കും? ബ്രിട്ടീഷ് പാർലമെന്റ് നിയമിക്കുന്നതായിരിക്കും. ഇനി ആ ഗവർണർ ജനറൽ എങ്ങനെയാ വർക്ക് ചെയ്യുക, എന്താണ് ചെയ്യുക എന്ന് നോക്കണം. രണ്ടാമത്തെ പ്രശ്നം, കഴിഞ്ഞതില് 1833 ഫുൾ സെൻട്രലൈസേഷൻ ആയിരുന്നു. സെൻട്രലൈസേഷൻ വെച്ച അർത്ഥം എന്താ? എല്ലാം ഗവർണർ ജനറലിന്റെ കയ്യിൽ പവർ മൊത്തം എന്താ, അയാൾ പറയുന്നതാണ് ശാസനം, അയാളുടെ കാര്യമാണ് നിയമം എന്ന രീതിക്കായി. ഇതില് നമുക്ക് കുറച്ചതിൽ വ്യത്യാസം വരുത്തണം. കാരണം മൊത്തം സെൻട്രലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. പിന്നെ കഴിഞ്ഞ ആക്ടിലെ കുറച്ച് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. തെറ്റു പറ്റാത്തതായിട്ട് ആരുമില്ല ഗോപു എന്നല്ലേ പഴഞ്ചൊല്ലുള്ളത്. എങ്കിൽ ആ തെറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ശരിയാക്കണം. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1853 ആക്ട് ഉള്ളത്. സാർ, ഇതെല്ലാം പറയാനുള്ള കാരണം എന്താ? വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇതിലെ കമ്പനി എന്നുള്ള പരിപാടിയൊക്കെ തീർന്നു. ഓക്കെ, കമ്പനിയുടെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇവിടെ മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണ് ഭരിക്കേണ്ടത് നോക്കാൻ വേണ്ടി പോവുകയാണ് ആര്? ബ്രിട്ടീഷുകാര്. അപ്പൊ കമ്പനിയുടെ പരിപാടി 1833 തീർന്നു കഴിഞ്ഞു. ഇത്രയും കാര്യമൊക്കെ അല്ലേ? എങ്കിൽ 1853 ഒരു ഓഗസ്റ്റ് മാസം 13-ാം തീയതി, ഓഗസ്റ്റ് 13, 1853 ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു ആക്ട് പാസ് ചെയ്തു. ആ ആക്ടിന്റെ പേരാണ് ചാർട്ടർ ആക്ട് 1853. ഇതിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവർണർ ജനറലിന് ഒരു കൗൺസിൽ ഉണ്ട്. ആ കൗൺസിലിന്റെ വർക്കിനെ രണ്ടായി ഡിവൈഡ് ചെയ്യും. എങ്ങനെയാ സാർ രണ്ടായി ഡിവൈഡ് ചെയ്യുക? ഒന്നിന്റെ പേര് ലെജിസ്ലേറ്റീവ് വർക്ക്, രണ്ടാമത്തെ പേര് എക്സിക്യൂട്ടീവ് വർക്ക്. സാർ, എന്താണ് ലെജിസ്ലേറ്റീവ് വർക്ക്, എന്താണ് എക്സിക്യൂട്ടീവ് വർക്ക് നോക്കണം. സാറിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ പോവുക. ഒരു 2 മിനിറ്റ് ഭരണഘടനാ രീതിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലെജിസ്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിയമം ഉണ്ടാക്കുക. നിയമനിർമ്മാണ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയും. അപ്പൊ ലെജിസ്ലേച്ചർ എന്താ ചെയ്യുക? നിയമം ഉണ്ടാക്കും. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ പ്രധാന പ്രവർത്തനം എന്താ? നിയമം ഉണ്ടാക്കുക. നിയമ നിർമ്മാണം ചെയ്യാനുള്ള പരിപാടിനെ വിളിക്കുന്ന പേരാണ് ലെജിസ്ലേറ്റീവ് പ്രോസസ്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. ഇനി എക്സിക്യൂട്ടീവ് ഡ്യൂട്ടി. എക്സിക്യൂട്ടീവ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് നടപ്പാക്കണ്ടേ? ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു, എന്താ ട്രാഫിക് റൂൾ ഫോളോ ചെയ്യണം എല്ലാവരും. ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ, അതിന് ട്രാഫിക് പോലീസ് വേണ്ടേ? ഈ ട്രാഫിക് പോലീസ് കൈക്കൂലി വാങ്ങി എന്താ ചെയ്യുക? കംപ്ലൈന്റ് കൊടുക്കാൻ ആള് വേണ്ടേ? ഒരു ട്രാഫിക് പോലീസ് മതിയോ? പോരാ. എങ്കിൽ ഏരിയ ഡിവൈഡ് ചെയ്യണ്ടേ? ആ ഏരിയക്ക് ഒരു ഹെഡ് വേണ്ടേ? ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ അതിന്റെ ഹെഡിന് ഒരു ഹെഡ് വേണ്ടേ? ഇവർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വേണ്ടേ? ആ മനസ്സിലായി എന്താന്നുള്ളത് മനസ്സിലായി. എന്നുവെച്ചാൽ എന്താ? ഒരാൾ നിയമം ഉണ്ടാക്കുന്നു, ആര്? ലെജിസ്ലേച്ചർ. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ പേരാണ് എക്സിക്യൂട്ടീവ്. ഇത് രണ്ടും ഒരാളുടെ കയ്യിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിന് എന്ത് ചെയ്യാൻ പോവാണ്? ആക്ച്വലി സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് 1853 ചാപ്റ്റർ ആക്ടിന്റെ കാതലായ ഭാഗം. എന്താ? വളരെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ ഞാൻ പറഞ്ഞത് വീണ്ടും മനസ്സിലാക്കുക. എങ്ങനെ ഭരിക്കണം എന്ന് ആര് തീരുമാനിക്കാൻ പോവുകയാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കാൻ പോവുകയാണ്. കൂടാതെ പാർലമെന്ററി പവറിനെ ഒന്നുകൂടി എന്താക്കി? സ്ട്രോങ് ആക്കി. അതിലെ കൂടാതെ ഏറ്റവും വലിയ സംവിധാനം ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? സിവിൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ പരിപാടി നടന്നു. അവിടെ എന്തുണ്ടാവും? ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കുക. അതിൽ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പങ്കെടുക്കാവുന്നതാണ്. എങ്കിൽ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കണേ. എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് നടപ്പാക്കാൻ ആര് വേണം? കറക്റ്റ് അല്ലേ? അപ്പൊ നടപ്പാക്കാൻ ആളുകൾ വേണമെങ്കിൽ ഓരോ ജില്ലയിലും ആളുകൾ വേണം, ഓരോ സ്ഥലത്തും ആളുകൾ വേണം. അപ്പൊ അവിടെ കളക്ടേഴ്സ് വേണം, കളക്ടേഴ്സിന്റെ കീഴിൽ ഗുമസ്തന്മാർ വേണം, LD ക്ലർക്ക് വേണം. നമ്മുടെ ഭാഷ PSC ഭാഷയിൽ പറയുകയാണെങ്കിൽ LD ക്ലർക്ക് വേണം, UD ക്ലർക്ക് വേണം, ഒക്കെ അസിസ്റ്റന്റ് വേണം, ജൂനിയർ അസിസ്റ്റന്റ്, സീനിയർ അസിസ്റ്റന്റ് വേണം. ആ മനസ്സിലായി. അതെ, ഇത്ര ആളുകൾ വേണ്ടേ? അപ്പൊ നേരത്തെ ഉള്ള പോലെയല്ല, കമ്പനിയുടെ ആളുകൾ കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, ഇനി ഇവിടെ ഭരിക്കാൻ തീരില്ല. കാരണം ഇന്ത്യ മൊത്തം എന്ത് ചെയ്യാൻ പോവാണ്? ഭരിക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഇൻട്രൊഡക്ഷൻ റെഡി ആയോ? എങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇതാണ് ഫൈനൽ ചാർട്ടർ. ഇത് ഉണ്ടാക്കുമ്പോൾ അവർക്ക് അറിയില്ല ഇതാണ് ഫൈനൽ ചാർട്ടർ എന്നുള്ളത്. കാരണം 1857 വിപ്ലവം വരുന്ന 1853 ഫോർകാസ്റ്റ് ചെയ്തിട്ട്, അതായത് എന്താ, നേരത്തെ വരുന്നൊന്നും പറഞ്ഞു പഠിക്കാനുള്ള സംവിധാനം ഒന്നും അവിടെ ഇല്ല. അപ്പൊ 1857 വിപ്ലവം 4 വർഷം കഴിഞ്ഞ ഉടനെ വന്നു, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഉടൻ അവർ എന്ത് ചെയ്തു? ആക്ച്വലി നോ പ്രോബ്ലം, നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ പരിപാടി ഒഴിവാക്കാം എന്ന് പറഞ്ഞ് ഈ ചാർട്ടർ ആക്ടും വേണ്ട, ഒന്നും വേണ്ട, നേരിട്ട് എന്തിൽ കൊണ്ടുവരാം? ബ്രിട്ടീഷ് പാർലമെന്റ് ഭരിക്കാം. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹെഡിന്റെ പേരെന്താ? കിരീടം അല്ലെങ്കിൽ എന്ത്? രാജാവ് അല്ലെങ്കിൽ രാജാവ് രാജ്ഞി. അപ്പൊ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി, ആ സമയത്ത് രാജ്ഞി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ രാജ്ഞി എന്ത് ചെയ്യും? നേരിട്ട് ഭരിക്കും. രാജ്ഞി അവിടെ നിന്ന് ഭരിക്കൊന്നുമില്ല, ഭരിക്കുന്ന ആരായിരിക്കും? ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരിക്കും. ഈ സിസ്റ്റം 1858 വരുന്നത് കൊണ്ട് ഈ 1853 ചാർട്ടർ ആക്ട് ആണ് ഫൈനൽ ചാർട്ടർ ആക്ട്. ഓക്കെ, ഈ ഫൈനൽ ചാർട്ടർ ആയിട്ട് വന്നതിന് ശേഷം ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയും തമ്മിൽ ബന്ധമില്ല. ഇത്രയും കാലം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ ഇത്രയും റിലേഷൻ ആണെങ്കിൽ ഇനി അവർ എന്ത് ചെയ്യാൻ പോകണം മക്കളെ? പിരിഞ്ഞു പോകാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാലത്തെ, എത്ര കാലത്തെ? ഏകദേശം 1600 അല്ലേ, 253 വർഷത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്തായി? അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അത് ഒഫീഷ്യൽ ആക്കുക എന്നുള്ള പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒഫീഷ്യൽ ആക്കുന്ന വർഷമാണ് 1858. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858 എന്ത് ചെയ്യുന്നതായിരിക്കും? പഠിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യം ഒക്കെ ആയ ഡൺ അല്ലേ? ഓക്കെ, അപ്പൊ ചാർട്ടർ ആക്ട് 1853 എന്തിനാണ് ഏറ്റവും പേര് കേട്ടത്? പേര് കേട്ട സംഭവം വളരെ സിസ്റ്റമാണ്. അതായത് ഇന്ന് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോസസ് ഇല്ലേ? ഇന്ന് നമ്മൾ ഭരണഘടന പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് പ്രോസസ്, എക്സിക്യൂട്ടീവ് പ്രോസസ്, എന്താണ് എക്സിക്യൂട്ടീവ്, എന്താണ് ലെജിസ്ലേച്ചർ, എന്താണ് ഇതിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനടുത്തറയിട്ട ആക്ട് ആണ് എന്ത്? 1853 ചാർട്ടർ ആക്ട്. സാർ അതേപടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെങ്ങനെയാ മക്കളെ? 1853 ഉണ്ടാക്കിയതല്ലേ, അതിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുമല്ലോ, പക്ഷെ കോർ കൺസെപ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ബ്യൂറോക്രസി ഉണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും PSC പഠിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാ? ബ്യൂറോക്രാറ്റ് ആവാൻ വേണ്ടിയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ബ്യൂറോക്രസിക്ക് തുടക്കം കുറിച്ച ആക്ട് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1853. ആ ബ്യൂറോക്രസിക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണ്ടേ? വെറുതെ എടുത്തോ പിടിച്ചോ എന്നിട്ട് എത്തുമോ? ഇല്ലല്ലോ. എങ്കിൽ അതും സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാ? ചാർട്ടർ ആക്ട് 1853. മനസ്സിലായോ? എങ്കിൽ ഇന്ന് കാണുന്ന ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിന്റെ, ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ അടിത്തറ ഇടാൻ പോകുന്ന ആക്ട് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1853. എന്ന് വെച്ചാൽ ഈ ആക്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഭരിക്കാമെന്നാണ്. അല്ലാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കഥ കഴിഞ്ഞ ക്ലാസ്സിലൂടെ എന്ത് ചെയ്തു? തീർന്നു കഴിഞ്ഞു. എങ്കിൽ
ചാർട്ടർ ആക്ട് 1853 ബാക്ക്ഗ്രൗണ്ട് എന്താണ് സിറ്റുവേഷൻ? അതിനുവേണ്ടി നിങ്ങൾ ഒരാൾ ഓർക്കണം, ആളുടെ പേരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ രണ്ടാളുകളുണ്ട്, ഒന്ന് ബോർഡ് ഓഫ് കൺട്രോൾ, ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. എങ്കിൽ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞേ, ആരാണ് ഈ ബോർഡ് ഓഫ് കൺട്രോൾ? ബ്രിട്ടീഷ് പാർലമെന്റ് നിയമിച്ചിട്ടുള്ള വ്യക്തികൾ. ആരാണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്? കമ്പനിയുടെ ആളുകൾ. അപ്പൊ കമ്പനിയുടെ ആളുകളും ബോർഡ് ഓഫ് കൺട്രോളും തമ്മിൽ ആക്ച്വലി എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അതിന്റെ ഭാഗമായി വളരെ ബിസിനസ് ഡിലേസ് വരുന്നുണ്ട്, ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. നേരത്തുള്ള പോലെ അത്ര അഴിമതി കുറഞ്ഞിട്ടുണ്ടെങ്കിലും കോസ്റ്റ് കൂടുതലാണ്, പ്രോസസ്സ് വളരെ പ്രശ്നത്തിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. ടൈംലി ബിസിനസ് നടക്കണ്ടേ? വേണം. ടൈംലി ബിസിനസ് നടന്നില്ലെങ്കിൽ എങ്ങനെയാണ് എന്തുണ്ടാവുക? ലാഭം ഉണ്ടാവുക? ഇപ്പൊ നിങ്ങൾ ഒരു ആശീർവാദ ആട്ട വാങ്ങാൻ വേണ്ടി പോയി, നോക്കുമ്പോൾ കടയിൽ ആശീർവാദ ആട്ട കാണാനില്ല, എലൈറ്റിന്റെ ആട്ടയെ ഉള്ളൂ. എങ്കിൽ എലൈറ്റിന്റെ ആട്ടോളം നിങ്ങൾ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നിങ്ങൾക്ക് ആശീർവാദ ആട്ടനെ വേണ്ടെങ്കിൽ നിങ്ങൾക്കും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കമ്പനിക്ക് അവിടെ സെയിൽ പോവുകയും ചെയ്തു. കൃത്യസമയത്ത് നമ്മൾ സാധനം അവിടെ എത്തിക്കണ്ടേ? അപ്പൊ ബിസിനസ്സിൽ ഡിലേസും വരുന്നുണ്ട്, ഹൈ കോസ്റ്റും ആണ്. ഇതിന് കാരണം ആരാ? ആ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ആ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ അങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അത് 1853 ആക്ട് ആയിട്ട് വന്നു. ഓക്കെ, ടെറിട്ടോറിയൽ ചേഞ്ചസ്. ചാർട്ടർ ആക്ട് 1833 ഉണ്ടാക്കിയതിനു ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? സിന്ധിനെയും പഞ്ചാബിനെയും വേറെ കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യയായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സിന്ധ് പഞ്ചാബൊക്കെ എങ്ങനെ ഭരിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ. എന്താണ് സാർ ചെയ്യേണ്ടത്? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇന്ത്യയോട് കൂട്ടിച്ചേർത്താ പോരെ, ഇപ്പൊ വലിയ സിസ്റ്റം ഒന്നുമില്ലല്ലോ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയായിരുന്നു. പക്ഷെ അവർ അങ്ങനെ ചെയ്തില്ല. അവർ സിന്ധിനെ എങ്ങനെ ഭരിക്കാം, പഞ്ചാബിനെ എങ്ങനെ ഭരിക്കാം, ഇനി കൂട്ടിച്ചേർത്തിട്ടുള്ള രാജ്യങ്ങളെ എങ്ങനെ ഭരിക്കാം, അത് സെപ്പറേറ്റ് ആയിട്ട് ഭരിക്കണോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെപ്പറേറ്റ് ആയിരിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനാ സാറേ ഇത്രയും കൺഫ്യൂഷൻ? സിമ്പിളായി പറഞ്ഞാൽ പോരെ നിങ്ങൾ ചോദിക്കും. അവരങ്ങനെ ചെയ്തോണ്ട് നമുക്ക് എന്ത് ചെയ്തു? അത് പഠിക്കേണ്ടി വന്നു. എങ്കിൽ ഈ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടായി. എങ്ങനെയാണ് ഗവർണൻസ് ചെയ്യുക, എങ്ങനെയാണ് ഭരിക്കുക? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കണ്ടത് ഗവർണർ ജനറലിന്റെ ഡ്യുവൽ റോളാണ്. ഗവർണർ ജനറലിന്റെ ഡ്യുവൽ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിലെ ഗവർണർ ജനറൽ തന്നെയാണ് ഇന്ത്യയുടെയും ഗവർണർ ജനറൽ. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊന്നപ്പൻ ബംഗാളിലെ ഗവർണർ ജനറൽ ആണെങ്കിൽ തങ്കപ്പനാണ് ആര്? ഇന്ത്യയിലെ ഗവർണർ ജനറൽ. അപ്പൊ പൊന്നപ്പൻ തന്നെയാണ് തങ്കപ്പൻ, തങ്കപ്പൻ തന്നെയാണ് പൊന്നപ്പൻ. എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരാളാണ്. എന്തൊക്കെ പറഞ്ഞാലും ബംഗാളിലെ ഗവർണർ ജനറൽ അല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ബംഗാളിനോട് അയാൾ കുറെ കൂടി എന്തുണ്ടാവും? ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവില്ലേ? അപ്പൊ മദ്രാസും ബോംബെ ഒക്കെ പറയും, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും തന്നില്ല, എല്ലാം എന്ത് ചെയ്യുന്നു? ബംഗാളിന് കൊടുക്കുന്നു, ബംഗാളിന് കൊടുക്കുന്നു എന്നൊരു പ്രോബ്ലം വരാനുള്ള സാധ്യതയില്ലേ? സാധ്യതയല്ല, പ്രോബ്ലം വരാൻ വേണ്ടി വന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബയസ് ഡിസിഷൻസ്. ബയസ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിനോട് കുറച്ച് ഫേവർ കാണിക്കുന്നുണ്ട്. ഇയാൾ ഇരിക്കുന്നതും ബംഗാളിലാണ്, ഇയാൾ തന്നെയാണ് ബംഗാളിലെ ഗവർണർ, ഇയാൾ തന്നെയാണ് ഇന്ത്യയിലെ ഗവർണർ. അങ്ങനെ പ്രശ്നം വന്നപ്പോ എന്ത് പറഞ്ഞ്? നമുക്കൊരു കോംപ്രമൈസ് ഉണ്ടാക്കണം. എല്ലാം പറഞ്ഞ് നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ പോലെ മാന്നാർമത്തിൽ എല്ലാം പറഞ്ഞ് നമുക്ക് എന്താക്കണം? കോംപ്രമൈസ് ആക്കണം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ഗവർണർ ജനറലിന്റെ ഡ്യുവൽ റോൾ അങ്ങോട്ട് മാറ്റുക. ബംഗാളിൽ ഒരു ഗവർണർ ജനറൽ കൊണ്ടുവരിക, ഇന്ത്യക്ക് മൊത്തം എന്ത് ചെയ്യുക? വേറൊരു ഗവർണർ ജനറൽ കൊണ്ടുവരിക. പ്രശ്നം തീർന്നു. അപ്പൊ നമുക്ക് ആക്ട് വേണ്ടേ? ആക്ടിന്റെ പേരാണ് ചാർട്ടർ ആക്ട് 1853. ഓക്കെ, എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സെൻട്രലൈസിനെ കുറച്ച് മാറ്റിയതിനു ശേഷം ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരിക. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1833 ആക്ടില് നമ്മുടെ ബോംബെയുടെയും അതേപോലെ മദ്രാസിന്റെയും പവറൊക്കെ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. എല്ലാത്തിന്റെയും ഹെഡ് ആരാക്കി? ബംഗാളിലെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആക്കി. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞാണ് ശാസ്ത്രം, എന്റെ വാക്കാണ് അവസാന വാക്ക് എന്ന രീതിക്ക് ആക്കി കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ബ്രിട്ടനിൽ എല്ലാവരും ചോദിച്ചപ്പോ, എന്നാ ശരി, നമുക്ക് ശരിയാക്കാം, എന്ത് ചെയ്യാം? ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരാം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്കാരുടെ ഇൻവോൾവ്മെന്റ് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതെന്താ സാർ, ഈ ഡീസെൻട്രലൈസേഷനും ഇന്ത്യക്കാരുടെ ഇൻവോൾവ്മെന്റ് തമ്മിലുള്ള ബന്ധം സിമ്പിൾ ആയ ബന്ധമാണ്. അതായത് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അധികാരം താഴേക്ക് കൊടുക്കുകയാണ്. സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അധികാരം എന്തായിരിക്കും? കേന്ദ്രത്തിലായിരിക്കും. അപ്പൊ അധികാരം താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ ആവശ്യം ഉണ്ടാവും. സാർ പറഞ്ഞ് മനസ്സിലായില്ല. എന്റെ മക്കളെ, അധികാരം നമ്മൾ താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോക്കാനും കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഇൻഫർമേഷൻ കൊടുക്കാനും മുകളിൽ നിന്ന് വിളിക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വേണ്ടേ? ഒരേ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു കമ്പനിക്ക് നേരത്തെ അവിടെ ബംഗാളില്. അതിന് പകരം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ബ്രാഞ്ച് സൃഷ്ടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആള് വേണ്ടേ? എങ്കിൽ അവിടേക്ക് എക്സാം നടത്തണ്ടേ? ഇത്രയും ബ്രിട്ടീഷുകാരോടെ ഇല്ല, ബ്രിട്ടീഷുകാരുടെ എണ്ണം കുറവല്ലേ? എങ്കിൽ ഇതിലേക്ക് ആരെ കൊണ്ടുവരണം? ഇന്ത്യക്കാരെ കൊണ്ടുവരണം. അതിനാണ് അവരെന്ത് ചെയ്യുന്നത്? ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യത്തില്
അവരെന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാർട്ടർ റിന്യൂ ചെയ്തു. എപ്പോ? 1853. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ചാർട്ടർ ആക്ട്. അപ്പൊ 1793 എന്താ പറയാ, 1793ക്കും 1853ക്കും കൃത്യമായി പറയുകയാണെങ്കിൽ 1773ന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട്, 1793യുടെ പേരാണ് ചാർട്ടർ ആക്ട്. ഓക്കെ, 1793 ചാർട്ടർ ആക്ടും 1853 ചാർട്ടർ ആക്ടിന്റെയും ഇടയിൽ ഓക്കെ ഏറ്റവും ലാസ്റ്റ് ചാർട്ടർ ആക്ട് ആണ് 1853 ചാർട്ടർ ആക്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ ആക്ടിന്റെ പേരെന്താ? റെഗുലേറ്റിംഗ് ആക്ട് 1773. നമ്മുടെ ഈ സീരീസിലെ അവസാന ആക്ടിന്റെ പേരെന്താ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പൊ 1858 ആക്ടിന്റെ പേര് വേറെ അല്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നായില്ലേ? ഇവിടെ 1773 ആക്ടിന്റെ പേര് വേറെ അല്ലേ? അത് ചാർട്ടർ ആക്ട് എന്നായില്ലേ? സോറി, റെഗുലേറ്റിംഗ് ആക്ട് എന്നായില്ലേ? എങ്കിൽ ചാർട്ടർ ആക്ട് എപ്പോ തൊട്ട് എപ്പോ വരെ ഉള്ളത്? 1793 തൊട്ട് 1853 വരെ. സാർ ഇടയിൽ ഒരു ആക്ട് സാർ മറന്നു, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. അതിന് വരും ചാർട്ടർ ആക്ട് നല്ലല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചാർട്ടർ ആക്ട് സീരീസിലെ ഏറ്റവും അവസാന ചാർട്ടർ ആക്ട് സീരീസ് ആണ്. ഓക്കെ, ഈ സമയത്ത് അവിടുത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു സാറേ? നമ്മുടെ ലോർഡ് ഡൽഹൌസി. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കർശനമായി നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യ മൊത്തമായിട്ട് മാറ്റാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് ആര്? ലോർഡ് ഡൽഹൌസി. മാറ്റുക എന്ന് മാത്രമല്ല, 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരാളായിരുന്നു ആര്? നമ്മുടെ ലോർഡ് ഡൽഹൌസി. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കമ്പനി റൂളിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇയാളല്ലേ പറഞ്ഞ കമ്പനി റൂൾ കഴിഞ്ഞു? ശ്രദ്ധിച്ചേക്ക്. ഓക്കെ അല്ലേ? കമ്പനി റൂളിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്ത് പറഞ്ഞിട്ടില്ല? ടൈം പീരീഡ് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഡിഡ് നോട്ട് സ്പെസിഫൈ എ സ്പെസിഫിക് പീരീഡ്. എന്നുവെച്ചാൽ എന്ത് പറഞ്ഞില്ല? സമയം പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് സമയം എത്രയാണെന്ന് നന്നായിട്ട് അറിയാം. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞേ, എത്ര വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക? 20 വർഷത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പറഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും കമ്പനിയുടെ ബോർഡ് മാറ്റിയതിനു ശേഷം അവിടെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് ബോർഡ് വെക്കാൻ വേണ്ടി പറ്റും. ബ്രിട്ടീഷ് പാർലമെന്റ് ഹെഡിന്റെ പേരെന്താ? നമ്മുടെ ക്യൂൻ ആണ്, അല്ലെങ്കിൽ കിങ് ആണ്. അപ്പൊ ക്യൂൻ വിക്ടോറിയയുടെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വെക്കാൻ വേണ്ടി പറ്റും. എപ്പോ വേണമെങ്കിലും ചെയ്യാം. അവരെപ്പോ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഭവിച്ചത്. അപ്പൊ അവരെന്ത് പറഞ്ഞ്, ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ പേര് മാറ്റാം. ഐഡിയ കിട്ടുന്നുണ്ടോ? നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ. ഓക്കെ, ഡൺ അല്ലേ? ആണ്. എങ്കില് കമ്പനിയുടെ റൂളിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കമ്പനി റൂൾ അവസാനിപ്പിച്ചിട്ടില്ല, കമ്പനിയുടെ റൂളിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിന് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്പനി റൂൾ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എപ്പോഴാ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? 1858. എന്തുകൊണ്ടാണ് 1858 തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? 1857 ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാവുന്നത്. ഇത്രയും കണക്ഷൻ മനസ്സിലായല്ലോ? ഡൺ അല്ലേ? ഓക്കെ, എങ്കില് ഈ ചാർട്ടർ ആക്ട് 1853 ഓക്കെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. എങ്കിൽ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഗവർണർ ജനറൽ കൗൺസിലിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന് ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ, രണ്ട് ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ ഇന്ത്യയുടെ ഭരണ സംവിധാനം നോക്കിയേ, ഏറ്റവും മുകളില് ഗവർണർ ജനറൽ, തൊട്ട് താഴെ രണ്ട് കൗൺസിൽ. കൗൺസിൽ നമ്പർ 1 എക്സിക്യൂട്ടീവ് കൗൺസിൽ, കൗൺസിൽ നമ്പർ 2 ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഭരണഘടനാ ക്രമം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2026 ഇന്ത്യയുടെ ഭരണഘടനാ തലവൻ പ്രസിഡന്റ്. ഗവർണർ ജനറൽ പകരം ആര് വന്നു? പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ താഴെ രണ്ട് കൗൺസിൽ. ഓക്കെ, ഒന്ന് ലോകസഭ, രണ്ട് രാജ്യസഭ. അപ്പൊ ആ സിറ്റുവേഷൻ കറക്റ്റ് അല്ലേ? ലെവൽ കറക്റ്റ് അല്ലേ? ഇത് ആദ്യമായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇനി അറിയാൻ വേണ്ടി പറഞ്ഞു, ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആണ് ഇന്നത്തെ ലോകസഭ ആവാൻ വേണ്ടി പോവുക. ആ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് ഇന്നത്തെ രാജ്യസഭ ആവാൻ വേണ്ടി പോവുക. അത് നമുക്ക് വരുന്ന സന്ദർഭങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കാം. നന്നായി ഓർത്തു വെക്കണം. ഇത് വീണ്ടും എന്ത് ചെയ്യും? റിപ്പീറ്റേഷൻ വരുന്നുണ്ടായും. ഓക്കെ, ഈ ക്ലാസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു കഥയാണ്, കൺസെപ്റ്റ് ആണ്. ഒരുപാട് കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത്രയും കാര്യമൊക്കെയാണല്ലോ? അതെ. എങ്കിൽ ലെജിസ്ലേറ്റീവ് പ്രോസസ്, നിയമനിർമ്മാണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത ആക്ട് ആണ് ചാർട്ടർ ആക്ട് 1853. വീണ്ടും ഞാൻ നിയമനിർമ്മാണം ഭരണഘടനയ്ക്ക് പോട്ടെ. എങ്ങനെ നിയമനിർമ്മാണം ചെയ്യുക? ആദ്യം നിയമം കൊണ്ടുവരും, ലോകസഭ കൊണ്ടുവന്ന് വിചാരിക്കുകയും ലോകസഭ എന്ത് ചെയ്യും? പാസ്സാക്കും. എന്നിട്ട് എവിടേക്ക് അയക്കും? രാജ്യസഭയ്ക്ക്. എന്നിട്ട് ആർക്ക് അയക്കും? പ്രസിഡന്റിന്. പ്രസിഡന്റ് എന്ത് ചെയ്യും? അത് ഒപ്പിടും. ഇതല്ലേ പ്രോസസ്? അപ്പൊ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആദ്യം പാസ്സാക്കും, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കൊടുക്കും, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യും? അത് പാസ്സാക്കും. എന്നിട്ട് ആർക്ക് കൊടുക്കും? ഗവർണർ ജനറൽ കൊടുക്കും. ഇങ്ങനെ
ഒരു സിസ്റ്റം വന്നില്ലേ? ഓക്കെ, അപ്പം 1833 എന്തില്ല, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഒരു 6 ന്യൂ മെമ്പറിനെ നമ്മൾ ലെജിസ്ലേറ്റീവ് കൗൺസിലർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഗവർണർ ജനറലിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പേര് മാറ്റി എന്താ, ദ ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സർ, ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയണമെങ്കിൽ അപ്പൊ ഇന്ത്യൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട് സാറേ? ഉണ്ടല്ലോ. അന്ന് സ്റ്റേറ്റ് എന്നല്ല വിളിക്കുക, അന്ന് വിളിക്കുന്ന പേരെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞ എന്താ പേരെന്താ? പ്രവിശ്യ അല്ലെങ്കിൽ പ്രൊവിയൻസ്. പ്രധാനപ്പെട്ട 3 പ്രൊവിയൻസിന്റെ പേര് പറഞ്ഞേ. ഒന്ന് ബംഗാൾ, ഒന്ന് മദ്രാസ്, അടുത്ത എന്താ? ബോംബെ. അപ്പൊ ബംഗാൾ, മദ്രാസ്, ബോംബെയില് അതാത് പ്രൊവിയൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ടാവും. സെൻട്രൽ എന്നുണ്ടാവും, ഒരു സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവും. ഇപ്പൊ സിസ്റ്റം ഓക്കെ ആയോ? സംസ്ഥാനങ്ങളിൽ നിയമസഭ ഉണ്ടാവും. കേന്ദ്രത്തിൽ എന്താ? 2 ദ്വിഭരണ സംവിധാനമുള്ള, ദ്വിമണ്ഡല സംവിധാനമുള്ള എന്തുണ്ടാവും? ഒരു പാർലമെന്റ് ഉണ്ടാവും. അതിന്റെ ഹെഡായിട്ട് അന്ന് ഗവർണർ ജനറൽ, ഇന്ന് ആരാണ്? പ്രസിഡന്റ്. അപ്പൊ ഇന്ത്യയുടെ മൊത്തം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മനസ്സിലായില്ലേ? ആ സിസ്റ്റത്തിന് അടിത്തറ കുറിച്ച ആക്ട് ആണ് എന്ത്? ചാർട്ടർ ആക്ട് ഓഫ് 1853. മനസ്സിലായോ? ഞാൻ വീണ്ടും പറയുന്നു, ഇത്ര നേരമായിട്ട് നമ്മൾ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആകെ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. കമ്പനിയുടെ എല്ലാ പരിപാടിയും എപ്പോ തീർന്നു? 1833 തീർന്നു. എന്റെ കൂടെ വരുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്തുണ്ടെങ്കിലും ചോദിക്കണേ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, നമ്മളൊരു ലോ മെമ്പർ എന്ന് എന്ത് ഉണ്ടായിരുന്നു? കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് കൊണ്ടുവന്നത്? എവിടെ ഇരിക്കുന്ന എന്നോട് പറഞ്ഞേ, എപ്പോഴാണ് കൊണ്ടുവന്നത്? 1833. കറക്റ്റ് അല്ലേ? ആ ലോ മെമ്പറിനെ ഫുൾ ടൈം മെമ്പർ ആക്കി വെച്ചു. എവിടെ? ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ. അപ്പൊ ഒരു ലോ മെമ്പർ ഉണ്ട്, ആ ലോ മെമ്പറിനെ ഫുൾ ടൈം മെമ്പർ ആക്കി എവിടെ? ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ. ഇപ്പോൾ ഇതിലെ ലെജിസ്ലേറ്റീവ് വിങ് ഒരു മിനി പാർലമെന്റ് പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്താ പറയാ, പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. ഓൺ ദ സോർ മിനി പാർലമെന്റ്, പാർലമെന്റ് എന്ന് വിളിച്ചൂടെ? എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ പ്രോസസ് എല്ലാം നിയന്ത്രിക്കാൻ പോകുന്നത് ബ്രിട്ടനിലിരിക്കുന്ന പാർലമെന്റ് ആയിരിക്കും. അപ്പൊ ബ്രിട്ടനിലിരിക്കുന്ന പാർലമെന്റിന്റെ കുട്ടി വേർഷൻ ആണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഇതിനെ വിളിച്ചു മിനി പാർലമെന്റ്. ഓക്കെ, നിങ്ങൾ ഡ്രാഗൺ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്രാഗൺ, കുട്ടി ഡ്രാഗൺ, ഓക്കെ, തല, കുട്ടി തല എന്നൊക്കെ പറയും. ഓക്കെ, അതേപോലെ നമുക്ക് എന്താണ് ആക്ച്വലി ബ്രിട്ടീഷ് പാർലമെന്റ് അവിടെയുണ്ട്, ഇവിടെ എന്താ? മിനി പാർലമെന്റ് ഇന്ത്യയിലുണ്ട്. മിനി പാർലമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഐഡിയ മനസ്സിലായില്ലേ? അതെ. അങ്ങനെ ഇത്രയും കാലത്തിനിടയ്ക്ക് 1600 ശേഷം ഒരു 253 വർഷത്തിന് ശേഷം 1853 എന്തായി? ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പണി നിയമനിർമ്മാണമായിട്ട് മാറി. ഇത്രയും കാലം നിയമനിർമ്മാണം ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പണിയായിരുന്നില്ല. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പണി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാനപ്പെട്ട പണി എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക, സ്ഥലം പിടിച്ചെടുക്കുക, വരുമാനം ഉണ്ടാക്കുക, ബ്രിട്ടനിലേക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. ഇതാണ് പരിപാടി ഉണ്ടായിരുന്നത്. അതിന് മാറിയതിനു ശേഷം ഇന്ത്യയെ ഫുൾ ടു ഫുൾ എന്താണ് ആക്ച്വലി ബ്രിട്ടൻ ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ മെഷീനറിയും പ്രൊസീജിയേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സാർ സ്പെഷ്യൽ മെഷീനറി? താഴെ പറയും. ഓക്കെ, എന്താണ് സാർ പ്രൊസീജിയർ? ഇത് ഭരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് എന്തുണ്ട്? ഒരു ബ്യൂറോക്രസി ഉണ്ട്. ആ ബ്യൂറോക്രസി എങ്ങനെ കൊണ്ടുവരും? കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെ. എങ്കിൽ എന്തിനാ കോമ്പറ്റേറ്റീവ് എക്സാം? പണ്ടത്തെ പോലെ നമ്മുടെ കമ്പനിയുടെ ആളുകൾ എടുത്തൂടെ? അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, കമ്പനി അഴിമതിയിലായിരുന്നില്ലേ? അതുകൊണ്ടല്ല ഇത്രയും സമയം എടുത്തത്. ഓക്കെ, എങ്കിൽ എനിക്ക് മനസ്സിലായി ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പ്രധാനപ്പെട്ട പണി എന്താ? നിയമനിർമ്മാണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ ആരൊക്കെയുണ്ട്? ഒന്ന് ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ വിളിക്കുന്ന പേരാണ് കമാൻഡർ ഇൻ ചീഫ്. ഓക്കെ, ഗവർണർ ജനറൽ കൗൺസിലിലെ 4 മെമ്പർമാര്. ഓക്കെ, ഒരു ചീഫ് ജസ്റ്റിസും റെഗുലർ ജഡ്ജും കൽക്കട്ടയുടെ സുപ്രീം കോർട്ടില്. പഴയ ആക്ട് ഓർമ്മയുണ്ട? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം സുപ്രീം കോടതി എന്തുണ്ടാക്കിയിട്ടുണ്ട്? കൽക്കട്ടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ചീഫ് ജസ്റ്റിസും ഒരു റെഗുലർ ജഡ്ജും. ഓക്കെ, 4 റെപ്രസെന്റേറ്റീവ് പ്രൊവിയൻഷ്യൽ ഗവൺമെന്റുകൾ കയ്യിൽ നിന്ന്. പ്രൊവിയൻഷ്യൽ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവിശ്യ ഗവൺമെന്റ്. നിങ്ങൾക്ക് എത്ര പ്രവിശ്യ അറിയാം? പ്രധാനമായിട്ട് 3 10-14 പ്രവിശ്യ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് വരാം. ഓക്കെ, അത് നമ്മൾ വേറൊരു ഭാഗത്തിൽ പഠിക്കുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിന് വേണ്ടി നമുക്ക് എത്ര പ്രധാന പ്രവിശ്യ ഉണ്ട്? 3. ഒന്നിന്റെ പേര് ബംഗാൾ, ബോംബെ ആൻഡ് അടുത്ത എന്താ? മദ്രാസ്. അവിടെ നിന്ന് 4 പേര്. ഈ 4 പേർക്ക് എന്ത് വേണം? 10 വർഷം മിനിമം എക്സ്പീരിയൻസ് വേണം. ഓക്കെ സർ, ഇങ്ങനെ എഴുതിയപ്പോൾ ഞങ്ങൾക്ക് അത്ര മനസ്സിലാവുന്നില്ല. എങ്ങനെ പിടിച്ചോ? മൊത്തം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം 12. എത്ര ആളെ പുതുതായി കൂട്ടിച്ചേർത്തു? ഓക്കെ അല്ലെ? ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ഒരു ലോ മെമ്പർ ഉണ്ടായിരുന്നു. ലോ മെമ്പറിന് എന്ത് ചെയ്തു? ആക്ച്വലി
പുതുതായിട്ട് എന്താ എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥിരം മെമ്പറാക്കി. അതിനുശേഷം 12 പേരടങ്ങുന്ന ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കി. അതിൽ എത്ര ഗവർണർ ജനറൽ? ഒരാള്. ഗവർണർ ജനറൽ എന്ത്? ഒരാള്. ഒരു കമാൻഡർ ഇൻ ചീഫ്. ഓക്കെ, 4 മെമ്പേഴ്സ് എവിടെ നിന്ന്? ഗവർണർ ജനറൽ കൗൺസിലിൽ നിന്ന്. ഒരാൾ എവിടെ? ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട. ഒരാൾ എവിടെ? റെഗുലർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട. അപ്പൊ 1 1 2 4 2 6 7 8 പേരായി. ഈ 4 പേരുണ്ട്. ഈ 4 പേര് കമ്പനിയിൽ മിനിമം 10 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കിടയിൽ എന്തായിരിക്കും? സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ആളുകളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ലോക്കൽ ഗവൺമെന്റ് ആയിരിക്കും. സർ, ലോക്കൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണോ? പഞ്ചായത്തിനല്ല ഉദ്ദേശിക്കുന്നത്. ലോക്കൽ ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താ? ബംഗാൾ, ബോംബെ, മദ്രാസ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പ്രൊവിയൻസസ്. പ്രൊവിയൻസ് എന്ന് വെച്ചാൽ പ്രവിശ്യ. ഈ ഭാഗത്തു നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യും? 4 പേരെ, 4 റെപ്രസെന്റേറ്റീവിനെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ 4 പേരായില്ലേ? ബംഗാളിൽ നിന്ന് ഒരാള്, ബോംബെ നിന്ന് ഒരാള്, മദ്രാസ് നിന്ന് ഒരാള്, നോർത്ത് വെസ്റ്റേൺ പ്രൊവിയൻസ് നിന്ന് ഒരാള്. 4 പേരായല്ലോ. മൊത്തം 12 പേരായില്ലേ? ഇപ്പൊ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ കിട്ടിയില്ലേ? ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് എന്ത് ചെയ്യുക? നിയമനിർമ്മാണത്തിൽ പ്രധാനമായി പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്താ ചെയ്യുക? എക്സിക്യൂട്ടീവ് നടപ്പാക്കുന്ന പ്രവർത്തനം എന്ത് ചെയ്യും? എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയ്യുന്നതായിരിക്കും. ഇത് രണ്ടിന്റെയും ഹെഡ് ആരാ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അടിപൊളി സിസ്റ്റം. റെഡി? ഓക്കെ. എങ്കിൽ ഗവർണർ ജനറൽ അവിടെ ഇരുന്നിട്ട് മോനെ പരിപാടി നടത്തുക പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. സർ, മനസ്സിലായില്ല. ഓക്കെ, പ്രധാനമന്ത്രി മോഡി അവിടെ ഇരുന്നിട്ട് എന്താ നടത്തൂ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അതിന് താഴെയുള്ള ആളുകൾ ഇറങ്ങി പണിയെടുക്കേണ്ട വേണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഇരുന്നിട്ട് നടത്തൂ ലൈഫ് മിഷൻ പറഞ്ഞാൽ നടക്കില്ലല്ലോ. അതിന് ആര് തന്നെ പണിയെടുക്കണം? ബ്യൂറോക്രാറ്റ്സ് തന്നെ പണിയെടുക്കണ്ടേ? ആരാണ് ബ്യൂറോക്രാറ്റ്സ്? നിങ്ങൾ തന്നെ. അപ്പൊ ബ്യൂറോക്രാറ്റ്സ് ഇല്ലാതെ ഈ ഒരു പരിപാടിയും നടക്കില്ല. എങ്കിൽ 1853 ചാർട്ടർ ആക്ട് എന്ത് പറഞ്ഞു? ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സിവിൽ സർവൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു പരിപാടി നടക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ബ്രിട്ടീഷുകാരെ മാത്രം വെച്ച് പരിപാടി ചെയ്യാൻ വേണ്ടി പറ്റില്ല. എങ്കിൽ അതിലേക്ക് ആരെ കൂടി കൊണ്ടുവന്നു? ഇന്ത്യൻസിനെ കൂടി കൊണ്ടുവന്നു. അങ്ങനെ 1854 നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കണക്കാക്കുന്ന മക്കളെ കമ്മിറ്റി ഉണ്ടായി. ഈ കമ്മിറ്റിയെ വിളിക്കുന്ന പേരാണ് കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ്. ഇതിലൂടെ ICS എന്ന് നമ്മൾ അതിനെ IAS എന്ന് വിളിക്കുന്നതായിരിക്കും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ എന്താണ് ആക്ച്വലി ഫോറസ്റ്റ് സർവീസ് എന്ന് വിളിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള വളരെ ഇലീറ്റ് ആയിട്ടുള്ള എന്താണ് ആക്ച്വലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, അങ്ങനെ ചാർട്ടർ ആക്ട് 1853 എന്താണ്? ലോക്കൽ റെപ്രസെന്റേഷൻ കൊണ്ടുവന്നു ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായിട്ട്. എന്താണ് സുഹൃത്തുക്കളെ ലോക്കൽ റെപ്രസെന്റേഷൻ? എവിടെയാണ് ഇരിക്കുന്നത്? എന്റെ കൂടെ പറഞ്ഞ് എന്താ ലോക്കൽ റെപ്രസെന്റേഷൻ വെച്ച് കഴിഞ്ഞാൽ 4 പേര്. ലൊക്കാലിറ്റി എന്താ? ബംഗാൾ, ബോംബെ, മദ്രാസ് ആൻഡ് നോർത്ത് വെസ്റ്റേൺ പ്രൊവിയൻസസ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇതില് 4, ഓക്കെ, 4 of the 6 new legislative members of Governor Council was appointed from local governments എവിടെന്നാ? മദ്രാസ്, ബോംബെ, ബംഗാൾ ആൻഡ് ആഗ്ര. ഓക്കെ, സർ, അവിടെ ആഗ്ര എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ എന്താ? നോർത്ത് വെസ്റ്റേൺ പ്രൊവിയൻസ് ആണ്. നോർത്ത് വെസ്റ്റേൺ പ്രൊവിയൻസിന്റെ പ്രധാനപ്പെട്ട സെന്ററിന്റെ പേരാണ് ആഗ്ര. ഇനി അത് എന്ത് ചെയ്യണ്ട? വിഷമിക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നോർത്ത് വെസ്റ്റ്, അതിന്റെ പ്രധാനപ്പെട്ട സെന്ററിന്റെ പേരാണ് ആഗ്ര. അപ്പൊ മദ്രാസ് ആയി, ബോംബെ ആയി, ബംഗാളായി, ആഗ്രയായി. എന്നാ പിന്നെ മദ്രാസിൽ അങ്ങനെ തന്നെ പേര് വിടണം? അങ്ങനെയല്ലല്ലോ. ഇന്നത്തെ മദ്രാസിന്റെ ചുരുക്കപ്പേര്, മദ്രാസിൽ പ്രധാനപ്പെട്ട സ്ഥലത്തിന്റെ പേരെന്താ? മദ്രാസ് എന്താ? ചെന്നൈ. ബോംബെ മഹാരാഷ്ട്രയാണ്, പക്ഷെ അതിന്റെ സ്ഥലത്തിന്റെ പേരെന്താ? ബോംബെ തന്നെയാണ്. പക്ഷെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിയൻസ് ഒരു സ്ഥലമല്ലോ, ഒരുപാട് സ്ഥലമില്ലേ? അതിൽ പ്രധാനപ്പെട്ട സെന്ററിന്റെ പേരാണ് എന്ത്? ആഗ്ര. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? കർണാടകയുടെ സെന്ററിന്റെ പേരാണ് ബാംഗ്ലൂർ. അതേപോലെ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അവിടെ നിന്ന് എന്ത് വന്നു? 4 ആളെ റെപ്രസെന്റേറ്റീവ് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ചാർട്ടർ ആക്ട് 1853 ഉണ്ടായിരുന്നു. അവര് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ, നമ്മുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകളെ എന്താക്കി? 24 നിന്ന് 18 ആക്കി ചുരുക്കി. ഇനി കമ്പനിക്ക് വരെ പണിയൊന്നുമില്ലല്ലോ. ഈ 18ൽ 6 പേരെന്തായിരിക്കും? ക്രൗൺ നോമിനേറ്റ് ചെയ്യുന്നവരായിരിക്കും. ക്രൗൺ നോമിനേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമ്മുടെ രാജാവോ രാജ്ഞിയോ പറയുന്നവരായിരിക്കും. എത്ര പേര്? 6 പേര്. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ആയിട്ട് പ്രസിഡൻസീസ് ഉണ്ടാക്കാം. എന്താണ് ഈ പ്രസിഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമുക്ക് ഇപ്പോഴത്തെ ഭരണസംവിധാനം നോക്കാം. കേന്ദ്രമുണ്ട്, കറക്റ്റ്, സംസ്ഥാനങ്ങളുണ്ട്, പക്ഷെ വേറൊരു സംവിധാനം ഇല്ലേ? എന്താണ് സംവിധാനം? കേന്ദ്ര ഭരണ പ്രദേശം. ഉണ്ടല്ലോ. ഓക്കെ, നമ്മുടെ പോണ്ടിച്ചേരി, നമ്മുടെ ഡൽഹി, പിന്നെന്താ ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി,
എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രസിഡൻസീസ്. ആ പ്രസിഡൻസീസിൽ ഭരിക്കാൻ പോകുന്ന ആളുടെ പേരാണ് LG എന്ന് വെച്ചാൽ എന്താ? ലുട്ടൻഡന്റ് ഗവർണർ. ഇന്നും അവരുടെ പേരെന്താണ്? LG തന്നെയാണ്, ലുട്ടൻഡന്റ് ഗവർണർ ആണ്. നമുക്ക് ഡൽഹി ഒരു LG ഉണ്ടാവും, എന്താ ഇവിടെ ജമ്മു കാശ്മീരിൽ LG ഉണ്ടാവും, എവിടെ നമ്മുടെ പോണ്ടിച്ചേരിയിലും LG ഉണ്ടാവും, ചണ്ഡീഗഡിലും LG ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പൊ സിസ്റ്റം ഓക്കെ ആയോ? ഓക്കെ, സിസ്റ്റം ഉറപ്പാക്കാൻ കൂടി വേണ്ടി മാത്രം എന്റെ കൂടെ ഇരിക്കുന്ന, എവിടെയാ ഇരിക്കുന്ന വെച്ചാൽ അവിടെ എന്റെ കൂടെ പറഞ്ഞേ, ഭരണഘടനയുടെ തലവനുണ്ട്. ചാർട്ടർ ആക്ട് 1853 പ്രകാരം ആരാ? ഗവർണർ ജനറൽ. ഇപ്പൊ 2026 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആരാ? പ്രസിഡന്റ്. റെഡി ആയില്ലേ? ആ ഗവർണർ ജനറൽ 2 കൗൺസിൽ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കൗൺസിലിന്റെ പേര് എക്സിക്യൂട്ടീവ് കൗൺസിൽ, രണ്ടാമത്തെ കൗൺസിലിന്റെ പേര് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്തായി ഇന്ന്? ലോകസഭയായി. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്തായി ഇന്ന്? രാജ്യസഭയായി. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഇനി ഇതിലൊന്നും പെടാത്ത കേന്ദ്രഭരണ പ്രദേശമില്ലേ? ഉണ്ട്. ആ കേന്ദ്രഭരണ പ്രദേശത്തെ പണ്ട് വിളിച്ച പേരെന്താ? പ്രസിഡൻസി. ഓക്കെ, പ്രസിഡൻസി വിളിച്ചിരിക്കുന്നത്. അങ്ങനെ 1853 പുതിയൊരു പ്രസിഡൻസി എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ആരെ വെച്ചു? LG-നെ വെച്ചു. LG എന്ന് വെച്ചാൽ എന്താ? ലുട്ടൻഡന്റ് ഗവർണർ. അപ്പോ ചാർട്ടർ ആക്ട് 1853 പറഞ്ഞു, ഇനി മുതൽ എന്താണ്? ബോർഡ് ഓഫ് കൺട്രോൾ, സെക്രട്ടറീസ്, എല്ലാ ഓഫീസേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും പേയ്മെന്റ് ആര് കൊടുക്കണം? കമ്പനി കൊടുക്കണം. കമ്പനിയാണ് ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ട് ഉണ്ടാവുക എന്ന് ആര് പറഞ്ഞു? ചാർട്ടർ ആക്ട് 1853 പറഞ്ഞു. പേയ്മെന്റ് കൊടുക്കണ്ടേ? ഓക്കെ, അതിന് ബ്രിട്ടീഷ് പാർലമെന്റ് അവിടെ നിന്ന് പൈസ അയക്കില്ല. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? പൈസ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇന്ത്യക്കാർക്ക് മുകളിൽ എന്ത് ചെയ്യുക? ടാക്സ് വെക്കുക. മനസ്സിലായോ? ഈ ഇന്ത്യക്കാർക്ക് മുകളിൽ ടാക്സ് വെച്ചിട്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വരുന്ന ബ്രിട്ടീഷുകാരുടെ ഫുൾ തുക ആരെടുക്കും? ഇന്ത്യക്കാരന് എടുക്കും. ബാക്കിയുള്ള തുക എവിടേക്ക് കൊടുക്കും? ബ്രിട്ടന് കൊടുക്കും. ബ്രിട്ടൻ അവിടെ നിന്ന് എന്തെങ്കിലും ചെലവുണ്ടാ? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഓക്കെ, ഞാൻ ബ്രിട്ടൻ ആണെന്ന് വിചാരിക്കൂ. ഞാൻ ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിസ്റ്റത്തിന് വേണ്ടി ഒരുപാട് ചെലവ് ഉണ്ടാവില്ലേ? ഈ ചെലവ് എവിടെ നിന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത്? ഇന്ത്യക്കാരിൽ നിന്ന്. ഇന്ത്യക്കാർ എന്താ ചെയ്യുന്നത്? ടാക്സ് കൊടുക്കുന്നു. ഇനി ആ ടാക്സ് ബാക്കിയുള്ള തുക, കമ്പനിയുടെ ലാഭമുള്ള തുക എവിടേക്ക് കിട്ടും? ബ്രിട്ടന് കിട്ടും. എന്നുവെച്ചാൽ ബ്രിട്ടന് ഇന്ത്യയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 1 രൂപ കൂടി ചെലവാക്കണ്ട എന്ന് മാത്രമല്ല, എല്ലാ വർഷവും എന്ത് കിട്ടും? വലിയൊരു തുക അവിടെ കിട്ടുകയും ചെയ്യും. എങ്കിൽ ഇവിടെ നിന്നുള്ള പൈസ എടുത്തിട്ട് കൊണ്ടുപോയില്ലേ, അതിന്റെ പേരാണ് എന്ത്? ഡ്രൈൻ തിയറി. ഓക്കെ, ഇതാണ് ആര് കൊണ്ടുവരാൻ പോകുന്നത്? നമ്മുടെ ദാദാഭായ് നവറോജി കൊണ്ടുവരാൻ പോകുന്നത്. കണക്ഷൻ മനസ്സിലായ? ഓക്കെ, മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കഥ പോലെ പഠിക്കണേ. ഓക്കെ, ഡൺ അല്ലേ? എങ്കിൽ ചാർട്ടർ ആക്ട് 1853 എന്താ? ആക്ച്വലി ഗവർണർ ജനറലിന് അതോറിറ്റി കൊടുത്തു. എന്താ അതോറിറ്റി? കൗൺസിലുള്ള ഒരാളെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വൈസ് പ്രസിഡന്റ് കാര്യം നമുക്ക് കയ്യിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അത് ഗവർണർ ജനറൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരാളെ വൈസ് പ്രസിഡന്റ്, ആരെങ്കിലും ഒരാളെ വൈസ് പ്രസിഡന്റ് ആക്കി വെക്കാവുന്നതാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വൈസ് പ്രസിഡന്റ് അവിടെ ഉണ്ട്. അപ്പൊ ഗവർണർ ജനറൽ ഇല്ലെങ്കിൽ ആരാണ് കൺട്രോൾ ചെയ്യുക? വൈസ് പ്രസിഡന്റ്. അത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് അസംബ്ലി ഉണ്ടെങ്കിലും അവസാന വാക്ക് ആരുടെയാണ്? ഗവർണർ ജനറലിന്റെ ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് പ്രസിഡന്റിന്റെ സൈൻ ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ അന്ന് ഗവർണർ ജനറൽ അസന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ചാർട്ടർ ആക്ട് 1853 എന്ത് പറഞ്ഞു? ബംഗാളിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗവർണറെ വെക്കാം. നേരത്തെ ഇഷ്യൂ എന്തായിരുന്നു? ഗവർണർ ഓഫ് ബംഗാൾ ഒരാള്, ഗവർണർ ജനറൽ ഓഫ് എന്താ? ഇന്ത്യ ഒരാള്. പൊന്നപ്പനും തങ്കപ്പനും ഒരാള്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പൊന്നപ്പനെ മാറ്റുക, തങ്കപ്പനെ മാറ്റുക. ഓക്കെ, ആ രണ്ടും മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഒരു വ്യക്തിയായിരിക്കും. ബംഗാളിന്റെ ഗവർണർ ജനറൽ എന്തായിരിക്കും? സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ ആയില്ലേ? ബംഗാളിന് സെപ്പറേറ്റ്, ബോംബെക്ക് സെപ്പറേറ്റ്, മദ്രാസിന് സെപ്പറേറ്റ്. മൊത്തം ഇന്ത്യക്ക് എന്താ? ഒരു ഹെഡ്. ആ ഹെഡിന് എത്ര കൗൺസിൽ? 2 കൗൺസിൽ. കൂടെ എന്തുണ്ട്? പ്രസിഡൻസി ഉണ്ട്. പ്രസിഡൻസി എന്ത് ചെയ്യുന്നതായിരിക്കും? ലഫ്റ്റനന്റ് ഗവർണർ ഭരിക്കുന്നതായിരിക്കും. അപ്പൊ ആളുകളൊക്കെ ഓക്കെ ആയി. ബ്യൂറോക്രസി ആയി. കോമ്പറ്റേറ്റീവ് എക്സാം കൊണ്ടുവന്നു. ഓക്കെ, എങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, എന്തായിരിക്കും ചാപ്റ്റർ ആക്ട് 1853 പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ്? ഒന്ന്, ഒരു ലാൻഡ് മാർക്ക് അല്ലേ? നമ്മുടെ ഭരണഘടനാ ഹിസ്റ്ററി പ്രകാരം നമുക്ക് ഉണ്ടാവാൻ പോണ ഏറ്റവും വലിയ ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് ഏതാ? ലാൻഡ് മാർക്ക് ആക്ട് എന്താ? 1853 ചാർട്ടർ ആക്ട് ആണ്. ഓക്കെ, ഒരു സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് ബോഡി ഉണ്ടാക്കിയില്ലേ? എന്താണ് ആ സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് ബോഡിയുടെ പേരെന്താ? ഗവർണർ ജനറലിന്റെ എന്താ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ ലെജിസ്ലേറ്റീവ് ഡെവലപ്മെന്റിന്, ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ നിയമം ഉണ്ടാക്കുന്നത് അതിന്റെ ഡെവലപ്മെന്റ് മാത്രമാണോ ചാർട്ടർ ആക്ട് 1853 സിഗ്നിഫിക്കന്റ് ആയത്? അല്ല, ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് ഡെവലപ്മെന്റ് എന്തായി? സിഗ്നിഫിക്കന്റ് ആയി. ഓക്കെ, എങ്കിൽ ഒരു ഫോർമൽ ലെജിസ്ലേറ്റീവ് പ്രോസസ് ഇന്ത്യയിൽ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് മോഡേൺ പാർലമെന്ററി സിസ്റ്റം
എന്താവുന്നത്, അടിത്തറയാവുന്നത്. ഇതല്ലേ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് പറഞ്ഞ കാര്യമല്ലേ. സിവിൽ സർവീസ് റിക്രൂട്ട്മെന്റ് എന്താ, ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള എന്ത് കിട്ടും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ കിട്ടുന്നതായിരിക്കും. ഓ, ഓക്കെ. എങ്കില് എന്ത് പറഞ്ഞ്, ഇന്ത്യൻ ഗവർണൻസിൽ, ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ പവർ കൊടുത്ത ആക്ട് ആണ് ചാർട്ടർ ആക്ട് 1853 എന്ന് പറയുന്നത്. ഓ, ഫൈൻ, ഓക്കെ. എങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂളിൽ എന്ത് കൊടുത്തിട്ടില്ല, ഫിക്സ്ഡ് ടേം കൊടുത്തിട്ടില്ല, 20 വർഷം കൊടുത്തിട്ടില്ല. ഓ, ഓക്കെ. എന്ത് പറഞ്ഞു, ബ്രിട്ടീഷ് പാർലമെന്റ് ഇനി ഒരു ഓവർസൈറ്റ് ചെയ്യും. എന്താ, നേരിട്ട് നോക്കുക മാത്രമല്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ബംഗാളിലെ ഗവൺമെന്റിന്റെ സൂപ്പർവൈസറി റോൾ ഗവർണർ ജനറലിന് എന്താ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഗവർണർ ജനറൽ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഭരിക്കാവുന്നതാണ്. ബംഗാളിൽ നിന്നുണ്ട് വേറൊരു ഗവർണർ ജനറൽ ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗവർണർ ഉണ്ടാവുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഓക്കെ. ഈ മാറ്റമാണ് ഈ ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഗവർണർ ജനറലിന്റെ അസന്റ് എല്ലാ ലെജിസ്ലേറ്റീവ് പ്രപ്പോസലും വേണ്ടല്ലോ. അതെ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പ്രസിഡൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതാണ് പുതിയ പ്രസിഡൻസിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ ആരാ, ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. എന്താ, അവിടെയുള്ള ആളുകളാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ, കമ്പനിയുടെ ആളുകളാണ്. ഈ കമ്പനിയുടെ ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയൊരു പ്രസിഡൻസി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പുതിയൊരു പ്രസിഡൻസി അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയില്ലേ, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. ഓക്കെ. ഏതൊക്കെയാണ് പുതിയ രണ്ട് പ്രസിഡൻസീസ്, ഒന്ന് സിന്ധ്, ഒന്ന് പഞ്ചാബ്. അങ്ങനെ 1857 LG ഉണ്ടായി. എവിടെ LG ഉണ്ടായി, ഒരു മിനിറ്റ്, ഇവിടെ കാണില്ല. ഓക്കെ. 1857 അല്ല, 1859 എന്തുണ്ടായി, LG ഉണ്ടായി. എവിടെ, പഞ്ചാബില്. ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രം ഈ ആക്ട് എല്ലാം കൊണ്ടുവന്ന സമയത്ത് കമ്പനിക്ക് പവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ കമ്പനി തന്നെയാണ് സിന്ധിനെയും പഞ്ചാബിനും എന്താ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത്. അപ്പൊ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങളല്ല അത് ചെയ്തത്, എങ്കിൽ ഞങ്ങൾക്ക് എന്ത് വേണം, ആ സ്ഥലം നേരിട്ട് ഭരിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഞങ്ങൾക്ക് ചെയ്തു തരണം. ബാക്കി എല്ലാ സ്ഥലവും പോയി, പിന്നെന്താ നമ്മുടെ എന്താണ് ചായയും പോയി, എല്ലാ വ്യാപാരവും പോയി, എങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ഒന്നും ഭരിക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കി തരിക. അപ്പൊ അവര് പറഞ്ഞു, എന്താ, സിന്ധിലും പഞ്ചാബിലും നമുക്ക് ആരെ വെക്കാം, ലൂട്ടനന്റ് ഗവർണറെ വെക്കാവുന്നതാണ്. അതിന്റെ ഭാഗമായി 1859 എന്ത് ചെയ്തു, ലൂട്ടനന്റ് ഗവർണർ അപ്പോയിന്റ് ചെയ്തു. വർഷം നന്നായി നോക്കണം, 1859 ഇവർക്ക് നേരിട്ട് അധികാരം കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ വെക്കായിരുന്നു. പക്ഷെ 1859 ആരെ വെക്കാൻ പോകുന്നു, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണോ അതോ ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ടാണോ? ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട്. കമ്പനി പൊളിഞ്ഞ്, കമ്പനിയുടെ എല്ലാ അധികാരവും കഴിഞ്ഞില്ലേ, ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞില്ലേ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടാ, എന്റെ കൂടെ വരുന്നുണ്ടാ? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് പുതിയ പ്രസിഡൻസി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ എന്താ, സിന്ധും പഞ്ചാബും അനക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാ, ലൂട്ടനന്റ് ഗവർണർ വെക്കാവുന്നതാണ്. പക്ഷെ ബ്രിട്ടീഷ് പാർലമെന്റ് നീട്ടി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാണോ ബ്രിട്ടീഷ് പാർലമെന്റ് കയ്യിൽ പൂർണ്ണമായ അധികാരം കിട്ടിയത്, അല്ലെങ്കിൽ ബ്രിട്ടന്റെ കയ്യിൽ പൂർണ്ണമായ അധികാരം കിട്ടിയത്, അടുത്ത വർഷം എന്ത് വന്ന്, ലൂട്ടനന്റ് ഗവർണർ വന്നു. അതാ ഞാൻ പറഞ്ഞത്, കമ്മിറ്റി എല്ലാം കഴിഞ്ഞ് ലൂട്ടനന്റ് ഗവർണർ ആരുടെ തന്നെയാണ്, ബ്രിട്ടീഷ് പാർലമെന്റ് തന്നെയാണ്, ബ്രിട്ടന്റെ തന്നെയാണ്. നന്നായി മനസ്സിലായ, കിട്ടുന്നുണ്ടാ? ഓക്കെ, ഡൺ. എങ്കില് ഈ ആക്ട് എന്താ, ഇവിടെ സിന്ധും പഞ്ചാബും മാത്രമല്ല, അസാം ഉണ്ടാക്കി, ബർമ ഉണ്ടാക്കി, സെൻട്രൽ പ്രൊവിൻസസ് ഉണ്ടാക്കി. ഓക്കെ. ദ റൈറ്റ് ടു പാട്രണേജ് ഒഴിവാക്കി. എന്താണ് സാർ ഈ റൈറ്റ് ടു പാട്രണേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൽ ആരാണോ കയറിയിരിക്കുന്നത്, കമ്പനിയിൽ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ മകൻ വീണ്ടും വന്ന് അടുത്ത ഡയറക്ടർ, അയാളുടെ മകൻ വീണ്ടും വന്ന് അടുത്ത ഡയറക്ടർ, അങ്ങനെ പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യും, കമ്പനിയുടെ എല്ലാ എംപ്ലോയീസും എന്താ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പറ്റില്ലല്ലോ, ഇല്ല. ഓപ്പൺ കോമ്പറ്റീഷൻ വന്നോടെ എന്ത് പറ്റി, മെറിറ്റ് ആയി എല്ലാവർക്കും എക്സാം എഴുതാമെന്നായി. ഓക്കെ. എന്ന് വെച്ചാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഏറ്റവും കഴിവുള്ളവനും മാത്രം എന്ത് കിട്ടുള്ളൂ, ജോലി കിട്ടുള്ളൂ, എല്ലാവർക്കും ജോലി ഒന്നും കിട്ടില്ല. എങ്കിൽ അതൊരു പ്രത്യേകമായിട്ടുള്ള സിസ്റ്റമായി ഡെവലപ്പ് ചെയ്തു വരും. അതിന്റെ പേരാണ് ICS, അല്ലെങ്കിൽ എന്താ, ഇന്ത്യൻ സിവിൽ സർവീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുള്ളത്, 1853 ചാർട്ടർ ആക്ടിൽ പഠിക്കാനുള്ളത്. എങ്കിൽ നമുക്ക് PYQ എന്ത് ചെയ്യാം, ഇത്രയും നേരം പഠിച്ചത് മുഴുവൻ റിവൈസ് ചെയ്യാം. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ദ ചാർട്ടർ ആക്ട് 1853 അബോളിഷ്ഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മോണോപ്പൊളി ഓഫ് ഇന്ത്യൻ ട്രേഡ്. ഓക്കെ. അപ്പൊ ചാർട്ടർ ആക്ട് 1853 എന്ത് ചെയ്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊളി അബോളിഷ് ചെയ്തു.
എന്ന് നമ്മൾ ഇതിൽ പഠിച്ചിട്ടില്ലല്ലോ. കമ്പനിയുമായി ബന്ധപ്പെട്ട് വളരെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കമ്പനി എല്ലാം കഴിഞ്ഞല്ലോ പഠിച്ചത്. അപ്പൊ മോണോപ്പൊളി പൂർണ്ണമായി അബോളിഷ് ചെയ്തത് കഴിഞ്ഞ ആക്ടിലാണ് 1833. ഓക്കെ, ഇന്ത്യയിലേക്കുള്ള മോണോപ്പൊളി അബോളിഷ് ചെയ്ത് 1813 എങ്കിൽ ഒന്നാം സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. രണ്ട്, under the government of India at 1858, the British Parliament abolished the East India Company altogether and undertook the responsibility of ruling India directly. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് പാർലമെന്റ് എന്താ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മൊത്തമായി പിരിച്ചുവിടുകയും അവിടെ നിന്ന് എന്ത് ചെയ്തു? ആക്ച്വലി റെസ്പോൺസിബിലിറ്റി, ഇന്ത്യയെ ഭരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഡയറക്റ്റായി ഏറ്റെടുക്കുകയും ചെയ്തു. കറക്റ്റ് അല്ലേ? 1858 പഠിച്ചിട്ടില്ലെങ്കിലും ഈ ക്ലാസ്സിൽ ഇത്ര നേരത്തിലുള്ള ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടാവില്ലേ? എങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്താ? ശരിയാണ്. സോ ഓപ്ഷൻ ബി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചാർട്ടർ ആക്ട് ഓഫ് 1853. ചാർട്ടർ ആക്ട് 1853 എന്താ? വിച്ച് ഓഫ് ദ എബോവ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്? ഓക്കെ, അപ്പൊ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഒന്ന്, ഇറ്റ് അബോളിഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ഒന്നും ആയിട്ടില്ല, അത് 1858 ആവുക. അപ്പൊ ഒന്നെന്താ? തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ ഒന്നുണ്ടാവണം. രണ്ട്, ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം ഓഫ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് സിവിൽ സർവൻസ്. കൊണ്ടുവന്നില്ലേ? ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം കൊണ്ടുവന്നല്ലോ. അപ്പൊ 2 ശരിയാണ്, 1 തെറ്റാണ്. നമുക്ക് വേണ്ട എന്താ? നോട്ട് കറക്റ്റ്, ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. എങ്കിൽ എന്ത് ടിക്ക് ചെയ്യുക? ഓപ്ഷൻ എ ടിക്ക് ചെയ്യുക, 1 മാത്രം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് ദ ചാർട്ടർ ആക്ട് ഓഫ് 1853 ആർ ട്രൂ? ഓക്കെ, ഒന്ന്, എംപ്ലോയീസ് ഓഫ് സിവിൽ സർവീസസ് ആർ സെലക്ടഡ് ടു കോമ്പറ്റേറ്റീവ് എക്സാംസ്. അത് പഠിച്ചതല്ലേ? ഇപ്പൊ ചെയ്തതാണല്ലോ. കോമ്പറ്റേറ്റീവ് എക്സാമിൽ എന്ത് ചെയ്യും? സെലക്ട് ചെയ്തായിരിക്കും. എ ലോ മെമ്പർ വാസ് ആഡഡ് ടു ദ ഗവർണർ ജനറൽ കൗൺസിൽ. അല്ല, നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. 1833 ലോ മെമ്പർ ആഡ് ചെയ്യുന്നു, 1853 ആ ലോ മെമ്പർ എന്താക്കുന്നു? സ്ഥിര മെമ്പർ ആക്കുന്നു എന്നല്ലേ പഠിച്ചത്? ഓക്കെ, അയാളുടെ ടെൻഡർ എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഹി ബിക്കം എ പെർമനന്റ് മെമ്പർ എന്നല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2 തെറ്റാണ്, 1 ശരിയാണ്. എങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ് എന്ന് വേണം. ഓപ്ഷൻ സി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ചാർട്ടർ ആക്ട് ഓഫ് 1853, ഹൗ മെനി ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് വേർ ദർ ഇൻ ദ കൗൺസിൽ ഓഫ് ഗവർണർ ജനറൽ? ഗവർണർ ജനറലിന്റെ കൗൺസിലിൽ എത്ര ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, എത്ര പേരാ? മൊത്തം 12 പേരുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചല്ലേ? 12 പേരുണ്ടായിരുന്നു. ഓക്കെ, വിച്ച് among the following about the Charter Act of 1853 are correct? താഴെ തന്നിരിക്കുന്നതിൽ ചാർട്ടർ ആക്ട് 1853 കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. ഒന്ന്, ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ ജനറൽസ് കൗൺസിൽ വാസ് സെപ്പറേറ്റഡ്. ഇതല്ല എത്രയും നേരം കഷ്ടപ്പെട്ട് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ രണ്ടും എന്ത് ചെയ്തു? മാറ്റി മറിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 ശരിയാണ്. 2, അഡീഷണൽ മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ഇൻ ദ ഗവർണർ ജനറൽ കൗൺസിൽ. അഡീഷണൽ മെമ്പേഴ്സ് അപ്പോയിന്റ് ചെയ്തില്ലേ? ഓക്കെ, 6 4 എന്തായിരിക്കണം? പ്രൊവിൻസ് ആയിരിക്കണം വരേണ്ടത്. കറക്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ മൊത്തം മെമ്പേഴ്സ് എത്രയായി? 12 ആയി. 3, സെപ്പറേറ്റ് ഗവർണർ ഫോർ ബംഗാൾ വാസ് അപ്പോയിന്റഡ്. ആണല്ലോ. പൊന്നപ്പനും തങ്കപ്പനുള്ള പ്രശ്നമായിരുന്നല്ലോ, രണ്ടും സ്പ്ലിറ്റ് ചെയ്തില്ലേ? അപ്പൊ 1 2 3 എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണെങ്കിൽ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ, ഓൾ ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ചാർട്ടർ ആക്ട് ഓഫ് 1853. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോവ് ആർ കറക്റ്റ്? അപ്പൊ ശരിയായ പ്രസ്താവന നോക്കേണ്ടത്. ഒന്ന്, ഇറ്റ് is separated for the first time the legislative and executive functions of the Governor General Council. Correct. ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതെ, ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. 2, it introduced local representation in the Indian Central Legislative Council. ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആകെ അംഗങ്ങളുടെ എണ്ണം 12. ലോക്കൽ റെപ്രസെന്റേഷൻ എവിടെ നിന്ന്? ഓക്കെ, 1 ബംഗാൾ, 1 പഞ്ചാബ്, 1 ബോംബെ, 1 നോർത്ത് വെസ്റ്റ് പ്രൊവിൻസസ്. ഇങ്ങനെ 4 പ്രൊവിഷൻ ഉണ്ടാവും, ആളുകൾ ഉണ്ടാവും. ഓക്കെ, 3, it renewed the charter of the company for a fixed period of 20 years, ensuring its commercial stability. ഇല്ലല്ലോ. ഇനി എന്താ പറയാ, എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പാർലമെന്റിന് ഈ ചാർട്ടർ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ 3 തെറ്റാണ്, 1 2 ശരിയാണ്. 1 2 ഓപ്ഷൻ വേണം. ഏതാ? ഓപ്ഷൻ എ എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യം ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്തു? നമ്മുടെ പരിപാടി, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോ @Kiran PSC സ്റ്റഡി സർക്കിൾ, @Kiran സ്റ്റഡി സർക്കിൾ ഡിഗ്രി, നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുന്നതായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട PDF ഉം PPTs എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. നന്നായി പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഡൗട്ട് ചോദിക്കാൻ മറക്കരുത്, മടിക്കരുത്.